ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പലയിടങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെട്ടു. സർക്കുലർ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു. സുലേഖ ചേരുന്നു. സുലേഖ, എങ്ങനെയാണ് ഇവരുടെ ഒരു പ്രതിഷേധം? ഗതാഗത വകുപ്പിന്റെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ഒപ്പം സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സംയുക്തമായാണ് സംഘടനകൾ ഈ സമരം നടത്തുന്നത് എന്നതാണ് പറയാൻ കഴിയുന്നത്. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച് മോട്ടോർ വെഹിക്കിൾ കമ്മീഷണർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു ഉത്തരവിറക്കിയിരുന്നു. ഇത് സംബന്ധിച്ചാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഒപ്പം സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇവരുടെ പ്രധാനമായ ആവശ്യം എന്ന് പറയുന്നത് ഈ ഉത്തരവ് അത് പിൻവലിക്കണം, മറ്റൊരു ഉത്തരവ് ഇറക്കണം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഉത്തരവിൽ പറയുന്ന ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് അതിന്റെ ഒരു നവീകരണം അത് നടത്താൻ കഴിയുന്നതല്ല. അത്തരത്തിൽ ഈ ഗ്രൗണ്ടുകൾ നവീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയൂ എന്നതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. ഈ ഡ്രൈവിംഗ് ഗ്രൗണ്ടുകളുടെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് ട്രാക്കുകളിൽ അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തണമെന്നാണ് ഈ ഗ്രൗണ്ടുകളുടെ കാര്യത്തിൽ പറയുന്നത്. ഈ ട്രാക്കുകളുടെ കാര്യത്തിലായാലും മറ്റ് ഈ പാർക്കിങ്ങുകളുടെ കാര്യത്തിലായാലും എച്ചെടുക്കുന്ന കാര്യത്തിലായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഗ്രൗണ്ടുകളിൽ നടത്തേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അത് നിലവിൽ 100 എണ്ണം വരെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഒരു സമയത്ത് നടത്തുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്നത്. ഇതിൽ ഗണ്യമായ കുറവ് വരുത്തിക്കൊണ്ടാണ് ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയിരുന്നത്. ഈ ഉത്തരവ് പ്രകാരം 30 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമാണ് നടത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇത് വലിയൊരു പ്രതിഷേധത്തിലേക്കും സംഘടനകളെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ്. കാരണം 30 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുക എന്ന് പറഞ്ഞ സമയത്ത് വലിയ രീതിയിലുള്ളൊരു കുറവാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ വരിക. ഇത് വലിയ പ്രതിഷേധം ഇവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഫെബ്രുവരിയിൽ ഈ ഉത്തരവിറക്കിയ സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണമെന്നാവശ്യപ്പെട്ട് സംഘടനകൾ നേരത്തെ തന്നെ സമരം നടത്തിയിരുന്നു. ആ സമയത്ത് മന്ത്രി നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 30 നിന്ന് 60 ഉയർത്താമെന്നതായിരുന്നു. പക്ഷേ ഈ മന്ത്രിയുടെ നിർദ്ദേശം അത് ഉത്തരവായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 30 എണ്ണം മാത്രമേ നിലവിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം നടത്താൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ മുട്ടത്തറ MVDയുടെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ഒപ്പം സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത്. ഇവിടെ ഇന്ന് 6 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി. പക്ഷേ ഇതിൽ 2 പേർ മാത്രമാണ് ഇവിടെ എത്തിയത്. ഇവർ തന്നെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഈ ഗ്രൗണ്ടിനകത്ത് പ്രവേശിച്ചതെന്നാണ് നമുക്ക് വലിയൊരു കാര്യം. ഈ ഉത്തരവ് പ്രകാരം റോഡ് ടെസ്റ്റിന് ശേഷം മാത്രമായിരിക്കും എടുക്കാൻ സമ്മതിക്കുക എന്നതാണ്. ഇതും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ വാഹനങ്ങളുടെ കാര്യം, ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളുടെ കാര്യം, അത് 15 വർഷം പഴക്കം ചെന്ന വാഹനങ്ങളിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരിക്കലും നടത്തരുത് എന്നതാണ് ഈ ഉത്തരവ് പ്രകാരം പറയുന്നത്. പക്ഷേ നമുക്കറിയാം കേരളത്തിൽ 22 വർഷം വരെ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റും മറ്റും ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതുകൂടി ഈ പ്രതിഷേധത്തിന് വലിയ രീതിയിലുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. എന്തായാലും ഈ പ്രതിഷേധിക്കുന്ന സംഘടനകളുടെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ആവശ്യം ഈ ഉത്തരവ് പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായും ഉത്തരവ് പിൻവലിച്ച് പുതിയൊരു ഉത്തരവ് ഇറക്കിയ ശേഷം മാത്രമേ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ സമ്മതിക്കൂ എന്നതാണ് ഇവരുടെ നിലപാട്. സുലേഖ, ഈ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു പ്രതികരണം കൂടി ഒന്ന് തേടാവുന്നതാണ്. ഷമി, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ പ്രതികരണങ്ങൾ തേടിയിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും ഈ സർക്കുലർ പിൻവലിച്ച ശേഷം, ഉത്തരവ് പിൻവലിച്ച ശേഷം മാത്രമേ ഇവർ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘടനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. ചേട്ടാ, എങ്ങനെയാണ് ഈ സർക്കുലർ പിൻവലിച്ച
അതായത് 4/24 എന്നുള്ള സർക്കുലർ പിൻവലിച്ചാൽ മാത്രമേ നമ്മൾ സമരമാർഗമായിട്ട് പിന്നോട്ടുള്ളൂ. എന്താണ് ഈ ഉത്തരവിൽ പറയുന്നതെന്ന് കൂടി അവരെടുത്തു. എന്താണ് സർക്കുലർ നിങ്ങൾ എതിർക്കുന്ന കാര്യങ്ങൾ? സർക്കുലർ എതിർക്കുന്ന കാര്യങ്ങൾ ഇന്ന് 15 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ പൊതുനിരത്തുകളിൽ ഓടിക്കുന്നതിന് കുഴപ്പമില്ല, വാഹനം പൊതുനിരത്തിൽ ഓടിക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ഒന്ന്. 2, 2 വീലർ ലൈസൻസിന് വിത്ത് ഗിയർ വിത്തൗട്ട് ഗിയർ 2 കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട്. വിത്ത് ഗിയർ വാഹനം അത് കാൽപാദം കൊണ്ട് ഉപയോഗിക്കുന്ന വാഹനമേ ഉപയോഗിക്കാവൂ എന്ന് ഞങ്ങളെ ആശയം അതല്ല. ഗിയർ ഘടിപ്പിച്ച ഏത് വാഹനത്തിൽ തന്നെ ഓടിച്ചാലും അവർ പറയുന്ന 8ഉം റോഡും ഒക്കെ ഓടിക്കാം. അതിനൊന്നും ഒരു വ്യത്യാസമില്ല, എങ്ങനെ വേണം സ്ട്രിക്റ്റ് ആയിക്കോട്ടെ. പക്ഷേ അത്തരം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതിനുള്ള ലൈസൻസ് വിത്ത് ഗിയറിന് കിട്ടണം. പിന്നെ ഡാഷ് ബോർഡിൽ ക്യാമറ ഘടിപ്പിക്കുക. വേറെ സാധാരണക്കാരാണ് ഞങ്ങളാരും വലിയ സാമ്പത്തികമുള്ളവരല്ല, സ്വയം തൊഴിൽ കണ്ടെത്തി വന്നവരാണ്. സർക്കാർ തലത്തിൽ ഒരു സാമ്പത്തിക ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ഒരു ആനുകൂല്യങ്ങളില്ല. എല്ലാം പണയപ്പെടുത്തിയും പല മാർഗങ്ങളിൽ കാശ് കണ്ടെത്തി തൊഴിൽ മാർഗം സൃഷ്ടിച്ച് ഞങ്ങൾ ഉണ്ടാക്കി വന്നതാണ്. സ്വയം തൊഴിൽ കണ്ടെത്തലാണ്. ഇതിനെതിരെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനോടാണ് ഞങ്ങൾ എതിർപ്പ്. ഇതെല്ലാം പറയുന്നത് 4/2024 സർക്കുലറാണ്. ഈ സർക്കുലർ പിൻവലിക്കും വരെ നമ്മൾ സമരമാർഗമായിട്ട് മുന്നോട്ട് തന്നെ മാറ്റമില്ല. സ്ലോട്ട് ഇവിടെ 2 ഈ മുട്ടക്കര ഗ്രൗണ്ടിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തേക്ക് മുമ്പേ 2 ബാച്ചായിട്ടാണ് ടെസ്റ്റ് നടത്തുന്നത്. ഫെയിൽ ഉൾപ്പെടെ ഒരു ബാച്ചിൽ 90 പേര്, അങ്ങനെ 180 പേരെ നടത്തിക്കൊണ്ടുന്ന ഈ ഗ്രൗണ്ടിൽ ഇന്നത്തെ സ്ലോട്ടിൽ എന്താണ് വെറും 7 പേര്. ഇതെങ്ങനെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും? ഈ തിരുവനന്തപുരം മേഖലയിൽ തന്നെ, തിരുവനന്തപുരത്ത് ജില്ലയിൽ തന്നെ ആണെങ്കിൽ കണക്കിലെടുത്താലും ഒരുപാട് സ്കൂളുകാരുണ്ട്. അതായത് 10-200 പുറത്ത് സ്കൂളുണ്ട്. ഈ തിരുവനന്തപുരം മുട്ടക്കടയിൽ വരുന്ന സ്കൂളുകാർ മാത്രം 60ഓളം ആ സ്കൂളുകാർ വരുന്നുണ്ട്. അതിൽ ഒരു കാൻഡിഡേറ്റിനെ പോലും ഞങ്ങൾക്ക് പഠിതാക്കളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഷോട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളെതിരാണ്. ഉദ്യോഗസ്ഥർ അവരെങ്ങനെയുള്ള ടെസ്റ്റ് എല്ലാം സ്ട്രിക്റ്റ് ആയിക്കോട്ടെ, ഞങ്ങളെതിരല്ല. പക്ഷേ ഈ സ്ലോട്ട് കുറയ്ക്കൽ, ഇത് 98 സ്ലോട്ടാണ് നിലവിലുള്ളത്. 60+ ഫീൽഡും കൂടെ നോക്കുമ്പോൾ 90, അങ്ങനെ 2 ബാച്ച്. പിന്നെ ഈ രീതിയിൽ ക്രമീകരിച്ചാൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ഇതെല്ലാം പറയുന്നത് 4/24 സർക്കുലറിലാണ്. ഈ സർക്കുലർ പിൻവലിക്കും വരെ നമ്മൾ സമരമാർഗമായിട്ട് മുന്നോട്ട് പോകാൻ ചെയ്യുന്ന മാറ്റമില്ല. സംയുക്ത സമരസമിതിയാണ് ഇതിൻ്റെ ആഹ്വാനം. തീർച്ചയായും ഷമി, ഇത്തരത്തിലാണ് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘടനകളും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഒക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് എന്നുള്ളത് തന്നെയാണ്. രാവിലെ 8 മണി മുതലാണ് ഇവരുടെ പ്രതിഷേധം തുടങ്ങിയത്. എന്തായാലും സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം മുട്ടത്തറ ഡ്രൈവിംഗ് സ്കൂൾ കേന്ദ്രത്തിന് മുന്നിൽ നടക്കുന്നത്. എന്തായാലും ഈ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഷമി.